രാത്രിയും പകലും തുല്യമായിട്ട് വരുന്ന ദിവസമാണ് മലയാള മാസം മേടം 1-ാം തീയതി. അന്നാണ് മലയാള വർഷത്തിൻ്റെ തുടക്കം എന്നാണ് കേരളീയരുടെ വിശ്വാസം. മേടവിഷു നമ്മൾ അന്ന് രാത്രിയും പകലും ഒരേ ദൈർഘ്യമാണ് ഇത്ര ഉള്ളത്. അതിനെപ്പറ്റി കുറേ ഐതിഹ്യങ്ങളുണ്ട്. അതിലൊന്നാണ് രാവണവധം കഴിഞ്ഞ് വിഭീഷണനെ രാജാവാക്കി വാഴിച്ച ദിവസമാണത്രേ വിഷു. അന്നാണത്രേ സൂര്യൻ ലങ്കയ്ക്ക് നേരെ ഉദിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വിഷു ആഘോഷിക്കുന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. നമ്മൾ കേരളീയരും എല്ലാ വർഷം മേടം 1-ാം തീയതി വിഷു ആഘോഷിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ കണിയൊക്കെ ഒരുക്കും. നമ്മളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും നല്ലത്. പൂജാമുറിയിൽ വിഷുക്കണി ഒരുക്കിയ നല്ലതാണ്. അവിടെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ ഉണ്ടാവും കൃഷ്ണൻ്റെയും എല്ലാം. അപ്പോൾ എൻ്റെ പൂജാമുറിയാണ് ഇത്. അവിടെയാണ് വിഷു കണി ഒരുക്കിയിട്ടുള്ളത്. എനിക്കറിയുന്നത് പോലെ ഞാൻ മുമ്പ് എൻ്റെ അമ്മയൊക്കെ ചെയ്തതുപോലെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലായിരിക്കുമല്ലോ ഒരുക്കുന്നത്. അപ്പോൾ എനിക്കറിയുന്നത് പോലെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാനിത് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ കൃഷ്ണൻ്റെ വിഗ്രഹമാണിത്. ഇതാണ് ഞാൻ കണി കാണാൻ എടുക്കുന്നത്. അതിൽ ഞാനൊരു മാല കോർത്ത് ചാർത്തിയിട്ടുണ്ട്. അതായത് കനകാംബരം തെച്ചിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഒരു മാലയാണ് ഞാൻ കൃഷ്ണന് ചാർത്തി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് എല്ലാ തരം പഴങ്ങളും കിട്ടിയ പഴങ്ങളും പച്ചക്കറിയൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമാണല്ലോ കൊന്നപ്പൂവും കണിവെള്ളരി. മഞ്ഞ നിറമുള്ള കണിവെള്ളരിയാണ് കണി കാണാൻ ഏറ്റവും നല്ലത്. അതുപോലെ മഞ്ഞ കൊന്നപ്പൂവ് മഞ്ഞ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ്. അതേപോലെ ഒരു പുതിയ കോടിമുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പറങ്കി മാങ്ങ, പച്ചമാങ്ങയുണ്ട്, പഴുത്ത മാങ്ങയുണ്ട്, അതേപോലെ ഓറഞ്ച്, മുന്തിരി, തക്കാളി എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഷ്ടമംഗല്യം കണി കണ്ടാൽ നല്ലതാണ്, നല്ല ഐശ്വര്യമാണ്. അത് വെച്ചിട്ടുണ്ട്. പഴുത്ത ചക്കയാണ്. അപ്പോൾ നമ്മളുടെ ഈ മലയാള വർഷം തുടങ്ങുന്നത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമ്മൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ പ്രതീകമാണ് ഇത്. അതുപോലെ ഒരു തേങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് 2 അതിൽ ഞാൻ നാണയമാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ സ്വർണം, നല്ല ഐശ്വര്യമുള്ള ഒരു ലോഹമാണ് സ്വർണം കണി കാണുന്നത് നല്ലതാണ്. അതുപോലെ 2 ഗ്രന്ഥങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് നാരായണീയോ മറ്റത് അധ്യാത്മരാമായണോ. അപ്പോൾ നമ്മളുടെ വർഷം തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ളതെല്ലാം കണി കണ്ടാൽ നല്ലതാണ്. നമ്മൾ രാവിലെ നേരം വീട്ടിലെ അമ്മയാണെങ്കിൽ അമ്മ രാവിലെ പുലർച്ചെ എണീറ്റ് വിളക്ക് കൊളുത്തി തൊഴുതതിന് ശേഷം മക്കളെ, മരുമക്കളെ, പേരക്കുട്ടികളെയൊക്കെ വിളിച്ച് കണ്ണ് കെട്ടിയിട്ട് വിഷുക്കണി കാണിക്കുന്നു. അപ്പോൾ ഇതിലൊരു വാൽക്കണ്ണാടി വെക്കണം. പക്ഷെ എൻ്റെ വീട്ടിൽ വാൽക്കണ്ണാടി ഇല്ലാത്തത് കാരണം സാധാ കണ്ണാടിയാണ് വെച്ചത്. അതിൽ നമ്മളുടെ തന്നെ മുഖത്തിൻ്റെ പ്രതിബിംബം കാണുന്നത് നല്ലതാണത്രേ. നമ്മളുടെ ഉള്ളിലും ഉണ്ട് ഒരു ദൈവികമായ ശക്തി. അതിൻ്റെ പ്രതീകമാണ് നമ്മൾ കണി കാണുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ടാണ് കണ്ണാടി വെക്കുന്നത്. അതുപോലെ ഇത് വിളക്ക് 5 തിരിയിട്ടിട്ട് കൊളുത്തിയിട്ടുണ്ട്. നന്നായി കത്തുന്ന ഒരു വിളക്കാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ നിങ്ങൾ എല്ലാ വീട്ടിലും വെക്കുന്നുണ്ടാവും. എനിക്കറിയുന്നത് പോലെ ഞാൻ വെച്ചു, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതുപോലെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ കമ്പിത്തിരി, മത്താപ്പ് ഇതൊക്കെ കത്തിക്കും. വലിയ ആളുകൾ പടക്കം പൊട്ടിക്കും. അതുപോലെ മുതിർന്ന ആളുകൾ നമ്മൾക്ക് കൈനീട്ടം തരും. കൈനീട്ടത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അത് അതിൻ്റെ ആ സ്നേഹം കൂട്ടി തരുന്നതിലുള്ള വാല്യൂ ആണ്. ഇപ്പോൾ വലിയ നോട്ടുകളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പണ്ടത്തെ നമ്മളുടെ രക്ഷിതാക്കളും സഹോദരന്മാരൊക്കെ തന്നിട്ടുള്ള ചെറിയ നാണയത്തിൻ്റെ വിലയൊന്നും ഇപ്പം നമുക്ക് പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല. അന്നൊക്കെ നമ്മൾ കൈനീട്ടം കിട്ടിക്കഴിഞ്ഞാൽ അത് മത്താപ്പിൻ്റെ
തീപ്പെട്ടിയുടെ ഉള്ളിലാക്കി എത്ര കാലം സൂക്ഷിക്കും. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് ഇഷ്ടം പോലെ പൈസയാണ്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ വാല്യൂ ഒന്നും അറിയില്ല. എന്നാലും നമ്മൾ അതൊക്കെ അവരെ പഠിപ്പിച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് നമ്മൾ പഴങ്ങൾ എല്ലാം വെക്കണം. അപ്പം നമ്മളുടെ ആ ഒരു കൊല്ലത്തെ ഐശ്വര്യമാണ് നമ്മൾ മേടമാസം 1-ാം തീയതി ആകുമ്പോൾ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ എല്ലായിടത്തും മലയാളികളുണ്ടാവും. എല്ലാ മലയാളികളുടെയും ഉള്ളിലൊരു കൊന്നപ്പൂവിൻ്റെ ഒരു ഗൃഹാതുരത ഇല്ലാതിരിക്കില്ല. മേടമാസം 1-ാം തീയതി വിഷു ആഘോഷിക്കാത്ത മലയാളികൾ എവിടെയും ഉണ്ടാവില്ല. ഏത് രാജ്യത്തും മലയാളികളുണ്ട്. അവർക്കെല്ലാം ആ മേടമാസം 1-ാം തീയതി നല്ല ഓർമ്മകളായിരിക്കും. അവരുടെ ബാല്യകാലത്തിലെ ഓർമ്മകൾ, അവർക്ക് കിട്ടിയ കൈനീട്ടം, അവർ കഴിച്ച അടയുടെ മധുരം. ഇതിൽ അടയൊക്കെ വെക്കാം കേട്ടോ. ഞാൻ അടയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇത് വെക്കാത്തത്. തലേ ദിവസം രാത്രി അടയുണ്ടാക്കും. എന്നിട്ട് അത് രാവിലെ തിന്നാൻ ഭയങ്കര സ്വാദായിരിക്കും. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അമ്പലത്തിലൊക്കെ പോവും. അവിടെ പോയിട്ട് കൃഷ്ണൻ്റെ അമ്പലമാണെങ്കിൽ അവിടെ നമ്മൾ കണിയൊക്കെ ഇടും. അവിടെ ആ പരിചയക്കാരൊക്കെ കണ്ടാൽ അവരുടെ നിന്ന് കൈനീട്ടം കിട്ടാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം അപ്പം അത്രയും ആ അന്നത്തെ ഓർമ്മകൾ വളരെ മധുരതരാണ് നമുക്ക്. അപ്പം ഈ വിഷു നമുക്ക് നല്ല ഒരു വിഷു ആവട്ടെ. നമുക്ക് വിഷു നല്ലതാണെങ്കിൽ നമ്മൾക്ക് ഓർക്കാൻ ദുഃഖങ്ങളും ഉണ്ടാവും. നമ്മളെ പിരിഞ്ഞു പോയ ആൾക്കാരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ വിഷമങ്ങളുണ്ടാവും. എന്നാലും നമ്മൾ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. അപ്പം വിഷു നന്നായി ആഘോഷിക്കുക, വിഷു സദ്യ ഒരുക്കുക, നമ്മൾ നന്നായി കുട്ടികൾക്ക് ഓർമ്മകൾ കൊടുക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഈ വർഷം വളരെയധികം സമ്പൽ സമൃദ്ധവും സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് തരട്ടെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. താങ്ക് യു.